ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമുക്കിനി ഇത് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ പ്ലീറ്റ്സ് എല്ലാം ഓൾറെഡി നമ്മൾ ഇതുപോലെ പിൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ കറക്റ്റായിട്ട്. ഇനി നമുക്ക് ഇതേപോലെ നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോകാം. കണ്ടോ? അപ്പോൾ ആദ്യത്തെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് പോകണം. നമ്മളിനി ബോഡി പാർട്ടുമായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കൃത്യം 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യണം. ആദ്യത്തെ സ്റ്റിച്ചിങ് നമ്മൾ 1/4 ഇഞ്ചിൽ ഇതേപോലെ പ്ലീറ്റിനെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിക്കാനായിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കണ്ടോ? ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ പിന്നെല്ലാം അങ്ങ് ഊരി മാറ്റി കൊടുക്കണം. കണ്ടോ? ആദ്യത്തേത് 1/4 ഇഞ്ചിൽ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ച് ഇടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇടയിലായി പോകും. ഈ തയ്യൽ കാണും ബോഡി പാർട്ട് തമ്മിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ഇതേപോലെ പ്ലീറ്റ് ഇട്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മളുടെ ഈ ഒരു ബോഡി പാർട്ടിന് നല്ല വശം, ഇത് നല്ല വശമാണെങ്കിൽ ഇത് നല്ല വശം തമ്മിൽ ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക. കണ്ടോ? ഇതുപോലെ കറക്റ്റായിട്ട് ചേർത്ത് വെച്ച് കൊടുക്കുക. കണ്ടോ? ഇതേപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. കണ്ടോ? ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തേച്ച് നമുക്കിനി ഇതിനെ സ്റ്റിച്ച് ചെയ്തിങ്ങി വരാം. കണ്ടോ? ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യം 1/2 ഇഞ്ചിൽ തയ്യൽ തുമ്പിലെടുത്ത് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. കണ്ടോ? ഈ താഴത്തെ പ്ലീറ്റ് ഒന്നും ഇതിലേക്ക് വന്ന് കയറരുത്. അത് കറക്റ്റായിട്ട് ഇതുപോലെ ലെവലിന് വെച്ച് കൊടുത്തേച്ചും. കണ്ടോ? കറക്റ്റ് ഇതുപോലെ ലെവലിന് വെച്ച് കൊടുക്കണം. ലെവലിന് വെച്ച് കൊടുത്തേച്ച് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക. കണ്ടോ? ഈ പ്ലീറ്റിനെ ഒന്ന് ലെവലാക്കി ഒന്ന് വെച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇത് മടങ്ങി കയറും. അത് ഒഴിവാക്കാൻ ഇതേപോലെ നോക്കി വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതുപോലെ അകലം കൂടുകയും ചെയ്യും. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പം ഇതിൻ്റെ അകലം കൂടുകയും ചെയ്യും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തേച്ചും ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. കണ്ടോ? അപ്പം ഇതേപോലെ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. എക്സായിട്ട് വരുന്ന നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കണ്ടോ? ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് ഇത് നമ്മുടെ ഒരു പാർട്ട് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് അപ്പോൾ നമ്മുടെ പ്ലീറ്റ്സ് ഒക്കെ ഇതേപോലെ ഇങ്ങനെ കിടക്കും. അപ്പം ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിതിനെ മാറ്റി വെച്ചിട്ട് നമുക്കിനി അടുത്ത പാർട്ട് ഇതുപോലെ നമുക്ക് സ്കേർട്ട് പാർട്ടായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഇത് നമ്മളിങ്ങനെ പിൻ കുത്തി വെച്ചിട്ടല്ലേ സ്റ്റിച്ച് ചെയ്ത്, പിൻ കുത്തി വെക്കാതെ സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡോടെ പറയാം. നമ്മൾ ഓൾറെഡി മാർക്കിങ്സ് ഒക്കെ ചെയ്താൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മുടെ ഗ്യാപ്പ് വരുമ്പോഴത്തേക്കിന് നമ്മുടെ ഇവിടെ നിന്ന് ഇവിടെ വരെ 1 ഇഞ്ച്, ഇവിടെ നിന്ന് ഇവിടെ വരെ 1 ഇഞ്ച്. അപ്പോൾ ഈ 1 ഇഞ്ചിൽ നിന്ന് ഞാൻ ഇടയ്ക്കത്തെ 1 ഇഞ്ച് വിട്ട് ഇങ്ങോട്ടേക്ക് ഇതേപോലെ കണ്ടോ, ഇങ്ങോട്ടേക്ക് ഇതേപോലെ വെച്ചു. ഇനി ഡയറക്റ്റ് നിങ്ങൾക്ക് പിൻ കുത്തി വെക്കാതെ സ്റ്റിച്ച് ചെയ്യണമെങ്കിലുള്ള മെത്തേഡാണ് പറയുന്നത്. ഇനി ഇങ്ങോട്ടേക്ക് വന്നു. ഇനി ഇത് നമ്മുടെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഇത് 1 ഇഞ്ച്, ഇത് 1 ഇഞ്ച്. ഈ 1 ഇഞ്ചിൽ നിന്ന് ഞാൻ നടുക്കത്തെ 1 ഇഞ്ച് വിട്ട് ഇപ്പുറത്തേക്ക് കണ്ടോ ഇതേപോലെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് അടുത്ത പ്ലീറ്റ് ഇടുവാണ്. കണ്ടോ? ഇങ്ങനെ നമുക്ക് പ്ലീറ്റ് ഇട്ട് പോകാം. ഇനി അടുത്തത് നമുക്ക് ഇടാം. അപ്പോൾ ഇവിടെ ഈ പ്ലീറ്റ് തയ്ച്ച് തീരുമ്പോഴേ അടുത്ത പ്ലീറ്റ് നമ്മൾ എടുത്ത് പിടിക്കണം. കണ്ടോ? 1 ഇഞ്ച് 1 ഇഞ്ച് ഈ ഗ്യാപ്പ് വിട്ടിട്ട് ഈ ഗ്യാപ്പിൽ നിന്ന് കണ്ടോ ഇങ്ങോട്ടേക്ക് മടക്കി. പിൻ കുത്താതെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്യാവുന്നതാണ്. കേട്ടോ? കണ്ടോ? ഇതുപോലെ എല്ലാ പ്ലീറ്റ്സ് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകുന്നു. ഓൾറെഡി പിൻ കുത്തിയോണ്ട് ഇനിയിപ്പോൾ ബാക്കിയൊക്കെ അങ്ങ് പോകും. നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത്. കണ്ടോ? ഇതേപോലെ ഇട്ടു. ഇനി നമുക്ക് പിന്നെല്ലാം ഊരി മാറ്റി വെച്ചിട്ട് വേണം എപ്പോഴും ബോഡി പാർട്ടുമായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബോഡി പാർട്ട് കണ്ടോ ഇതിൻ്റെ നല്ല വശവും നല്ല വശവും നമ്മൾ ചേർത്ത് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ല വശം നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് ചേർത്ത് വെച്ച് കൊടുത്തു. ചേർത്ത് വെച്ചേച്ച് ഇതേപോലെ കൃത്യം 1/2 ഇഞ്ച് വീതിയിൽ വേണം ഈ ഒരു സ്റ്റിച്ച് നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. അല്ല നമ്മൾ കണ്ടോ ഈ പ്ലീറ്റ്സ് ഉണ്ടല്ലോ, ഈ പ്ലീറ്റ്സ് കറക്റ്റ് ഇതേ ലെവലിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് വേണം. അല്ലെന്നുണ്ടെങ്കിൽ മടങ്ങി ചിലപ്പം കയറും. അതുകൊണ്ടാണ് കേട്ടോ. കണ്ടോ? പ്ലീറ്റ്സ് കറക്റ്റായിട്ട് ഇരിക്കുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് വേണം ഇതേപോലെ തയ്ച്ചു പോകാൻ. കണ്ടോ? ഇതേപോലെ ഇതേപോലെ സ്റ്റിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് ഇനി നിവർത്തി കൊടുക്കുവാണ്. കണ്ടോ? നിവർത്തി കഴിഞ്ഞപ്പോൾ പ്ലീറ്റ്സ് എല്ലാം കണ്ടോ കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് കണ്ടോ? ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ നല്ല വശം ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ട് മൊത്തം അതാത് പാർട്ടുമായിട്ട് സ്കേർട്ട് പാർട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതുപോലെ തന്നെ 2 പാർട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടില്ലേ? കണ്ടോ? ഇതാണ് ഇതിൻ്റെ നല്ല വശം. ഈ നല്ല വശത്തിലേക്ക് നമ്മളുടെ ഈ അടുത്ത പാർട്ടിൻ്റെ നല്ല വശം ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുത്തു. കണ്ടോ? ഇതേപോലെ 2 പാർട്ട് നമ്മൾ തയ്ച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ, ഇതിലേക്ക് ഈ നല്ല വശത്തിലേക്ക് നമ്മളുടെ നല്ല വശം ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇതുപോലെ നല്ല വശവും കറക്റ്റായിട്ട് ചേർത്ത് വെച്ച് കൊടുത്ത് നമ്മൾ ആദ്യം ഷോൾഡറും തമ്മിൽ സ്റ്റിച്ച് ചെയ്യുന്നു. അതിന് ശേഷം ആം റൗണ്ടും നെക്കും ഫിനിഷ് ചെയ്തിട്ടാണ് നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടത്. ഇതേപോലെ കണ്ടോ നല്ല വശം ചേർത്ത് വെച്ച് കറക്റ്റായിട്ട് ആദ്യം
ഷോൾഡർ കണ്ടോ, ഷോൾഡർ കൃത്യം നമ്മുടെ 1/2 ഇഞ്ച് സീം അലവൻസിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇവിടെ നമ്മൾ ചെറിയ പാറ്റേൺ ആയതുകൊണ്ട് ആ സ്ലോപ്പ് കട്ട് ചെയ്ത് കളയാണ്ടിരുന്നിട്ടുള്ളത് ഫസ്റ്റ് പാറ്റേൺ ചെയ്ത സമയത്ത് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4 ഇഞ്ച് എന്നൊക്കെ ഉള്ളത് ഒരു 3 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് വരെ നല്ല അത്യാവശ്യം നല്ല ഡീപ്പ് നെക്കാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്ലോപ്പ് കൊടുക്കുകയാണ്. ഇനി മുന്നോട്ട് അടുത്തടുത്ത ക്ലാസ്സുകൾ പഠിപ്പിക്കുമ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങൾ സ്ലോപ്പ് കൊടുക്കണം കൊടുക്കേണ്ട എന്നുള്ളതിനെപ്പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിപ്പിച്ച് നൽകുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 ഷോൾഡറും ഷോൾഡർ ടു ഷോൾഡർ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിനെ ഇങ്ങനെ നിവർത്തുവാണ്. നിവർത്തി കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കുമല്ലേ, നമ്മളുടെ നെക്കിൻ്റെ പോർഷനിൽ ഇങ്ങനെ ഇരിക്കല്ലേ. നമുക്കിനി ഈ ഭാഗവും മടക്കി അടിച്ച് കൊടുക്കണം, ഈ ഭാഗവും നമുക്ക് മടക്കി അടിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് മടക്കി അടിക്കാനായിട്ട് നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഇവിടുന്ന് വേണം മടക്കി അടിക്കാൻ തുടങ്ങാനായിട്ട്. വേണമെങ്കിൽ ഇതിനെ ഇങ്ങനെ ഒന്ന് പൊളിച്ച് വെച്ച് കൊടുത്തിട്ട് മടക്കി അടിച്ചാൽ അത്രയും കട്ടയില്ലാതെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, 1/4 ഇഞ്ചിലൊന്ന് മടക്കുക. കണ്ടോ, ഇങ്ങനെ 1/4 ഇഞ്ച് പോലും വേണ്ട, ഒരു പോയിന്റിലൊന്ന് മടക്കിയിട്ട് ഒന്നും കൂടി ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. കണ്ടോ, ഇതുപോലെ മടക്കി കൊടുത്തിട്ട് മുന്നോട്ടേക്ക് ഇങ്ങനെ മടക്കി വെക്കണം. ഇങ്ങോട്ടേക്ക് അടിക്കാൻ നമുക്കൊരു ഇച്ചിരി പ്രയാസമായിരിക്കും നിങ്ങൾക്ക് ബിഗിനേഴ്സിനൊക്കെ. കണ്ടോ, ഇതുപോലെ നിങ്ങളൊന്ന് മടക്കി വെച്ചിട്ട് തയ്ച്ച് വേണം. അത്രയും തിന്നായിട്ട് തയ്ച്ചെങ്കിലേ നമുക്ക് നെക്ക് നല്ല ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കണ്ടോ, ഇതേപോലെ ഇങ്ങനെ കേട്ടോ, അത്രയും ചെറുതാക്കി വേണം മടക്കാൻ. 1/4 ഇഞ്ച് അല്ല, അതിലും വളരെ തിന്നായിട്ടുള്ള പോയിന്റിൽ വേണം നമ്മൾ ആദ്യം ഒരു ചെറിയ വളരെ തിന്നായിട്ടൊന്നും മടക്കുക. കാരണം ഇവിടെ അത്രയും തിക്നെസ് വരെ ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ മടക്കാം. അപ്പോൾ ഒത്തിരി കട്ടയൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മിഷനിൽ കയറാൻ പ്രയാസം വരും. അപ്പോൾ അതിനെ ഞാൻ പറഞ്ഞു, വേണമെങ്കിൽ ഇതിനെ ഒന്ന് പൊളന്ന് വെച്ച് കൊടുത്തേച്ചും ആദ്യം ഒന്ന് ചെറുതായിട്ട് ഒരു കുഞ്ഞു മടക്കൊന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം ഒന്നും കൂടി ആ മടക്കിനെ ഒന്നും കൂടി കുഞ്ഞായിട്ടൊന്ന് മടക്കുക. കണ്ടോ, ഇത്രയും കുഞ്ഞായിട്ട് മടക്കിയാൽ മാത്രമേ നമുക്ക് നെക്ക് നല്ല നീറ്റായിട്ട് അടിക്കാൻ പറ്റുള്ളൂ. കണ്ടോ, ഇതേപോലെ ഇങ്ങനെ മടക്കിയിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തു. ഒറ്റയടിക്ക് ഇതേ മടക്കി ചെയ്യാൻ പ്രയാസമാണെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ക്ലോത്ത് എടുത്ത് ഇതുപോലെ നെക്ക് മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ തയ്ച്ചൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ. കണ്ടോ, ഇത്രയും തിന്നെ എന്നിട്ട് കൈ വെച്ച് ഇങ്ങനെ ഒന്ന് പതിപ്പിക്കണം. അപ്പോൾ നമുക്കിത് ഈ അരികത്തൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരാനായിട്ട് എളുപ്പമാണ്. കണ്ടോ, മുന്നോട്ടേക്ക് വരുന്ന അനുസരിച്ച് എന്ത് ചെയ്യണം, ഇതിനെ ഇങ്ങനെ മടക്കി വളരെ തിന്നായിട്ട് മടക്കിയെങ്കിൽ മാത്രമേ ഇതിങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് അടിക്കാൻ പറ്റുള്ളൂ കേട്ടോ, ഈ കർവൊക്കെ. കാര്യം ഇത് നമുക്ക് മിഷൻ പ്രാക്ടീസ് നല്ലോണം വേണം ഇങ്ങനെ അടിക്കണമെങ്കിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു യു പോലെ നെക്ക് എടുത്ത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഇതുപോലെ നെക്കിനെ അടിച്ചു കൊടുക്കുക കേട്ടോ. അല്ല തുടക്കത്തിലെ പറ്റിയില്ലെന്ന് ഓർത്ത് ഒന്നും വിഷമിക്കേണ്ട. മിഷൻ നല്ലതായിട്ട് കൈകാര്യം നിങ്ങൾ ഉപയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ കർവ് പാർട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഇങ്ങോട്ടേക്ക് വരുന്ന അനുസരിച്ച് മടക്കി വെച്ച് കൊടുക്കുവാണ്. കണ്ടോ, അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന അനുസരിച്ച് ഞാൻ ആദ്യം ഒന്ന് മടക്കി, കണ്ടോ, ആദ്യം ഒന്ന് വളരെ തിന്നായിട്ട് മടക്കി, ഒരു പോയിന്റ് ആവും. 1/4 ഇഞ്ച് മടക്കിയാൽ വലിയ പ്രയാസമായിരിക്കും. ഒരു പോയിന്റ് ഒന്ന് മടക്കി, എന്നിട്ട് ഒരു പോയിന്റോടെ മടക്കി. കണ്ടോ, മടക്കിയിട്ട് ഇങ്ങനെ കൈവച്ചൊന്ന് പ്രസ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്, മുന്നോട്ടേക്ക് ഇങ്ങനെ തയ്ച്ച് വരുന്നത്. കണ്ടോ, ഇതേപോലെ ഇങ്ങനെ തയ്ച്ച് വരുന്ന ഇങ്ങനെ ഇങ്ങോട്ടേക്ക് നമ്മൾ തയ്ച്ച് വരുവാണ്. കണ്ടോ, ഇങ്ങോട്ടേക്ക് ക്ലോത്തിനെ മാറ്റി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ ഒരു ഭാഗവും ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വെച്ച് കണ്ടോ, ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരും. ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പം ഇവിടെ ഒത്തിരി തിക്നെസ് ആയിട്ട് ഇരിക്കാനാണ് നമ്മളിങ്ങനെ പൊളന്ന് വെച്ച് കൊടുത്ത്. കണ്ടോ, അങ്ങനെ വെച്ച് കൊടുത്ത് നമുക്കിവിടെ അത്രയും ഒരു കട്ടി വരികയില്ല. കണ്ടോ, ഇവിടെ ഇതേപോലെ ഇങ്ങനെ ആദ്യം കോട്ടൺ തുണി തന്നെ എടുക്കണം. വേറെ ഏതെങ്കിലും ഫാബ്രിക് ആണ് നിങ്ങൾക്ക് ചുരുണ്ട് വരും, ഒട്ടും പ്രാക്ടീസ് ഇല്ല എന്നുണ്ടെങ്കിൽ. കണ്ടോ, ഇതേപോലെ കണ്ടോ, ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം, എന്നാലേ അത് തയ്ക്കുമ്പോൾ സെറ്റായിട്ട് വരുള്ളൂ. കണ്ടോ, ഇത്രയും തിന്നായിട്ട് അടിക്കണം. അതിനെന്ത് വേണം, നല്ലതായിട്ട് മിഷൻ പ്രാക്ടീസ് ചെയ്യുക. ചെയ്തിട്ട് നിങ്ങളിത് ഈ നെക്ക് അടിച്ചു കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇതേപോലെ ചെയ്യുക. കണ്ടോ, വളരെ പെതിയെ വേണം, സ്പീഡിലും അടിച്ചു പോകരുത്. മിഷൻ വളരെ പെതിയെ സ്റ്റിച്ച് ചെയ്ത് പോകണം. കണ്ടോ, ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് എന്ത് പെതിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, വളരെ സൂക്ഷിച്ച്. കണ്ട് ഇങ്ങനെ ഒന്ന് മടക്കി ഒന്നും കൂടി ഇതേപോലെ ഇങ്ങനെ മടക്കി പ്രസ് ചെയ്ത് വെച്ച് ഒക്കെയാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. കണ്ടോ, ഈ ഒരു ഭാഗം വരുമ്പം കണ്ടോ, ആദ്യം ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അവിടെ വരുമ്പോൾ ഇതേപോലെ മടക്കി ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്ത് വന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് ഇങ്ങനെ ഇറക്കുക. മിഷനെ ഇങ്ങനെ ഇറക്കുക, അടിച്ച് വലിച്ചിറക്കുക അല്ലേണ്ട അവിടെ നിർത്തി പ്രഷർ ഫൂട്ടർ ഉയർത്തി ഇതേപോലെ നൂല് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുക. കണ്ടോ, നെക്ക് സ്റ്റിച്ച് ചെയ്തത് കണ്ടോ. ഇതേപോലെ പെറ്റിക്കോട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യണം,
നല്ലതായിട്ടൊന്ന് ഇങ്ങനെ വെച്ചൊന്ന് അയൺ ചെയ്ത് ഇതൊന്ന് ചെറിയ ഇങ്ങനെ പൊങ്ങിയൊക്കെ ഇരിക്കും. ഒന്ന് അയൺ ചെയ്ത് കഴിയുമ്പോൾ അത് റെഡി ആയിക്കോളും കേട്ടോ. നല്ല വശം കാണിച്ചു തരാം. നല്ല വശം ദേ ഇതേപോലെ ഇങ്ങനെ കിട്ടും കണ്ടോ. കണ്ടോ ഇതേപോലെ നമുക്കിങ്ങനെ നല്ല വശം കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ആം ഹോളിൻ്റെ പാർട്ട് നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് നമുക്ക് ആം റൗണ്ട് സ്റ്റിച്ച് ചെയ്യാം. ആം റൗണ്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതേപോലെ കണ്ടോ ഈ ഒരു ഭാഗം ഇതേപോലെ എടുത്തിട്ടേച്ചും ഇത് നമ്മൾ ഈ സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വരാം കേട്ടോ. അതെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇതേപോലെ മടക്കി, അതും വളരെ തിന്നായിട്ട് തന്നെ നെക്ക് ചെയ്ത പോലെ തന്നെ കണ്ടോ 2 മടക്ക് ഇതേപോലെ മടക്കി വെച്ചേച്ചും കണ്ടോ ഇതേപോലെ 2 മടക്ക് ഇതേപോലെ ഒന്ന് മടക്കി വെച്ചേച്ചും കൃത്യം ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ സൂചി കുത്തി നിർത്തിയിട്ട് കണ്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് മുന്നോട്ടേക്ക് വരിക. നെക്ക് ചെയ്തതുപോലെ തന്നെ. ഇനി ഈ 2 സൈഡൂടെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൈഡും കൂടെ കൂട്ടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാർമെൻറ്റിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു കേട്ടോ. ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. കണ്ടോ ഈ സൈഡ് ചെയ്ത പോലെ തന്നെ മറു സൈഡും ചെയ്ത് കൊടുക്കുക കണ്ടോ. ഈ സൈഡ് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ഈ സൈഡും ചെയ്ത് കൊടുക്കാം. ഇനി ഈ സൈഡിൽ നിങ്ങൾക്ക് ഒരു എളുപ്പമാർഗ്ഗം കൂടെ പറയും. ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടി ഒരു എളുപ്പമാർഗ്ഗം. ആദ്യം നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇങ്ങനെ മൊത്തം കറക്റ്റ് ഒരു ഫോൾഡിലൊന്ന് ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒറ്റ മടക്ക് മടക്കിയിട്ട് ഫുള്ള് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് രണ്ടാമത് ഒന്നും കൂടി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ 2 സ്റ്റിച്ച് ഇങ്ങനെ കിടക്കും. അത് നമുക്കൊരു ചെറിയ ഇപ്പം ആദ്യം ഒറ്റയടിക്ക് മടക്കി ചെയ്യുന്നതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ ആയിരിക്കില്ല കിട്ടുന്നത്. ഇങ്ങനെ മടക്കുമ്പോൾ 2 സ്റ്റിച്ചൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. നല്ല വശത്ത് അത് കാണുകയില്ല കേട്ടോ. നല്ല വശത്ത് ഒറ്റ സ്റ്റിച്ചേ വരുള്ളൂ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. കേട്ടോ ഇതേപോലെ ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. കാര്യം ഈ കുഞ്ഞായിട്ട് അടിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് മെഷീൻ ഉപയോഗിക്കാൻ പ്രാക്ടീസ് കുറവുള്ളവർക്ക് ഇറങ്ങി പോകുമായിരിക്കും. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ റെഡി ആകാവുന്ന കാര്യമേ ഉള്ളൂ ഇതൊക്കെ കേട്ടോ. മെഷീൻ ഉപയോഗിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് തെളിഞ്ഞു വരുന്നത്. ഏറ്റവും തിന്നായിട്ട് അടിച്ചെങ്കിലേ നമുക്ക് ചുളിവില്ലാതെ കിട്ടുകയുള്ളൂ. വീതി കൂടിക്കഴിഞ്ഞാൽ ചുളുങ്ങി ചുരുണ്ടു പോകും കേട്ടോ. ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കേട്ടോ. കേട്ടോ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. നെക്ക് ഫിനിഷ് ചെയ്ത് കൊടുത്തു, ആം റൗണ്ട് ഫിനിഷ് ചെയ്ത് കൊടുത്തു. ഇനി ഈ ഷോൾഡറിൻ്റെ ഈ ഒരു ഇവിടെ ഇതേപോലെ ഇങ്ങനെ പിടിച്ചേച്ചും കണ്ടോ അതെ ഇതേപോലെ ഇങ്ങനെ കിട്ടും. ബോഡി പാർട്ട് തമ്മിൽ ചേർത്തിടുക കണ്ടോ. ബോഡി പാർട്ട് തമ്മിൽ ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ സൈഡും ഒരേപോലെ ഇങ്ങനെ പിടിക്കുക. ഈ ആം ഹോളിൻ്റെ ഈ ഒരു പൊസിഷനും ഇതേപോലെ പിടിക്കുക കണ്ടോ. ഈ വേസ്റ്റിൻ്റെ കറക്റ്റ് ഇതും ഒരുപോലെ ഇങ്ങനെ പിടിക്കുക കണ്ടോ. എന്നിട്ട് നമ്മൾ കൃത്യം നമ്മുടെ തയ്യൽ തുമ്പ് നമ്മൾ ഇട്ടിരിക്കുന്ന എത്ര ഇഞ്ചാണ്? 1 ഇഞ്ചാണ്. 1 ഇഞ്ച് നമ്മൾ ഇതേപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക. ഇനി സ്കേർട്ടിൻ്റെ പാർട്ട് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ഈ വേസ്റ്റിൻ്റെ ലെവലിന് എന്ത് ചെയ്യണം, അതിനെ ലെവലിനൊന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റിയേക്കണം. ചിലപ്പോൾ നമ്മൾ തയ്ക്കുമ്പോൾ ഒരു ഇച്ചിരി കൂടുതലായിട്ട് ഇരിക്കുന്നത് സ്കേർട്ട് പാർട്ടേ കൂടുതൽ വരാവുള്ളൂ, ബോഡി പാർട്ട് കൂടുതൽ വരാൻ പാടില്ല. നമ്മൾ കൃത്യം സീം അലവൻസ് ഇതേപോലെ മാർക്ക് ചെയ്ത് അവിടെ ഇതൊന്ന് താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ. കൃത്യമായിട്ട് തയ്ച്ചു പോവുക. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു സീം അലവൻസ് ഇല്ലേ ഇത് മേലോട്ട് തന്നെ നിന്നാൽ മതി കേട്ടോ. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വന്ന് താഴെ വരെ കൃത്യം 1 ഇഞ്ചല്ല നമ്മൾ താഴെ വരെ തയ്യൽ തുമ്പിട്ടിരിക്കുന്നത്, ആ 1 ഇഞ്ച് താഴെ വരെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക കണ്ട. 2 സ്റ്റിച്ചൊക്കെ ഇട്ട് ഇതേപോലെ ഇറക്കണം കണ്ടോ. ഈ സൈഡ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തില്ല, ഈ സൈഡ് നമ്മൾ ഇതേപോലെ കണ്ടോ ഇവിടെ കറക്റ്റായിട്ട് ഇതേപോലെ എല്ലാ ലെവലിന് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തേച്ചും കണ്ടോ കൃത്യം നമ്മുടെ തയ്യൽ തുമ്പ് അവിടെ ഉണ്ടല്ലോ, മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഇതേപോലെ. അഥവാ മാർക്കിംഗ് ഇല്ലാത്ത സൈഡാണെങ്കിൽ നമ്മൾ വേണ്ടത് ഈ ടേപ്പിൽ നമ്മൾ ഓരോ പാർട്ടിലും 1 ഇഞ്ച് വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇവിടെ നിന്നെല്ലാം നമ്മൾ കൃത്യം ഇങ്ങോട്ടേക്ക് 1 ഇഞ്ച് വെച്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് തയ്ക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വരുന്ന സമയത്ത് താഴത്തേക്ക് ഇല്ലെങ്കിൽ. ഇതേപോലെ കണ്ടോ ഇതേപോലെ കൃത്യം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് വന്ന് നിർത്തിയിട്ട് താഴത്തേക്ക് കൃത്യം തയ്യൽ തുമ്പിൽ ഇവിടെ ലൈനുണ്ട്, അതുകൊണ്ട് ആ ഒരു ലൈനിലൂടെ ഇട്ടങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോകാം. ഇവിടെ സ്കേർട്ട് പാർട്ടിന് എന്തെങ്കിലും ചെറിയൊരു പോയിന്റ് കൂടുതലുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, കട്ട് ചെയ്ത്
താഴെ വരെ തന്നെ ആ കട്ടിങ് കൊടുക്കണം കേട്ടോ. ഇതുപോലെ താഴെ വരെ ആ കട്ടിങ് കൊടുത്ത് അതിനെ മുറിച്ച് മാറ്റി കൊടുക്കണം. അത് നമ്മൾ ജോയിൻ സ്കേർട്ട് പാർട്ടും ബോഡി പാർട്ടും നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ കൂടുതൽ കണ്ടാൽ തന്നെ അപ്പം തന്നെ അങ്ങ് ചെയ്ത് കൊടുക്കണം, പിന്നത്തേക്ക് വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ട താഴ്ഭാഗം നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഈ ഒരു താഴ്ഭാഗം ഇങ്ങനെ എടുക്കുക. അത് ഒരു സൈഡിൽ നിന്ന് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട്. സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം നമുക്കൊന്ന് പൊളിച്ച് വെച്ചിട്ട് ചെയ്താൽ അത്രയും കട്ടി കുറഞ്ഞ് നിൽക്കും നമുക്ക് ചെയ്യാനായിട്ട് കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന്, അല്ലെങ്കിൽ ഒരു സൈഡിലോട്ട് മാത്രമേ, ഏതെങ്കിലും ഒരു സൈഡിലോട്ട് മാത്രം വെച്ചിട്ടും ഇതേപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ 1 ഇഞ്ച് താഴത്തേക്ക് ഇട്ടെങ്കിൽ 1/2 ഇഞ്ച് വീതിയിൽ ഇതേപോലെ മടക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇതേപോലെ ആദ്യം ഒന്ന് 1/2 ഇഞ്ച് മടക്കി, എന്നിട്ട് ഒരു 1/2 ഇഞ്ചോടെ മടക്കി. ഇപ്പോൾ 1 ഇഞ്ച് ആയില്ലേ, ഈ രീതിയിൽ ഇതേപോലെ മടക്കിയിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക. കണ്ടോ, കണ്ടോ, ഇതേപോലെ ഫുള്ള് നമ്മൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഈ സൈഡിലെ മടക്കൊക്കെ വരുമ്പോൾ കറക്റ്റ് ഇതുപോലെ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്ത് പോകണം. ഇതേപോലെ ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് നിങ്ങൾ താഴ്ഭാഗമൊക്കെ ലെവലിനാണ് കട്ട് ചെയ്തെങ്കിൽ ഒരു ചുളിവോ കാര്യങ്ങളോ ഒന്നുമില്ല, നിങ്ങൾക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. കണ്ടോ, ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിങ്ങി ഇറക്കുക. അപ്പോൾ നമ്മുടെ ഗാർമെൻറ്റിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. കണ്ടോ, ഇതേപോലെ ഞാൻ അയൺ ചെയ്ത് കൊടുത്താണ്. ഈ ഒരു ഭാഗമൊക്കെ ഇതേപോലെ ഇങ്ങനെ വെച്ചൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ അയൺ ചെയ്തിട്ട് വേണം നിങ്ങൾ ഫോട്ടോയൊക്കെ ഇടാനായിട്ട് കേട്ടോ. പ്ലീറ്റൊക്കെ ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ച് വെച്ചിട്ട് കണ്ടോ, നെക്കിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ നമ്മുടെ ആം ഹോളിൻ്റെ പാർട്ടും ഒക്കെ ഇതുപോലെ നമ്മൾ അയൺ ചെയ്യണം. അയൺ ചെയ്ത് കഴിയുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുക. അല്ല നമ്മൾ കയ്യിലൊക്കെ പിടിച്ച് ചെറിയ ചുളുക്കൊക്കെ വീഴത്തില്ലേ, താഴെ വരെ ഇതുപോലെ പ്ലീറ്റ്സിനെ കറക്റ്റായിട്ട് കണ്ടോ. കോട്ടൺ ക്ലോത്ത് നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഇടാം. നിങ്ങളതുകൊണ്ട് ഫസ്റ്റ് കോട്ടൺ ക്ലോത്തിൽ ചെയ്ത് പഠിക്കാനായിട്ട് പറയുന്നത് കണ്ടോ. താഴത്തെ ഫ്ലെയർ ഉണ്ട്, ഇത്രയും നമുക്ക് ഫ്ലെയർ ഉണ്ട്, 2 ഇരട്ടി ഫ്ലെയർ അല്ലേ. അപ്പം അത് ഈ ഒരു ഫ്ലെയർ മതി നമുക്ക് ബെറ്റിക്കോട്ടിനൊക്കെ. ഒരു ചെറിയൊരു മീഡിയം ലെവലിലുള്ള ഒരു ഫ്രോക്ക് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതുപോലെ തയ്ക്കാവുന്നതാണ് കണ്ടോ. ബാക്ക് പാർട്ട് കാണിച്ചു തരാം. ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ട് പോലെ തന്നെ ഇരിക്കും കണ്ടോ. ഇവിടെ ഒട്ടൊന്നും അയണിങ് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഈ ഒരു ചുളുക്കമുള്ളത് കണ്ടോ. ഇതേപോലെ നല്ല വൃത്തിയായിട്ട് വെച്ചൊന്ന് അയൺ ചെയ്ത് കൊടുക്കും. ഈ ജോയിൻറ്റിൻ്റെ ഭാഗമൊക്കെ ഒന്ന് അയൺ ചെയ്യണം കണ്ടോ. ഇതുപോലെ മടക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ലേ, ഇവിടെയൊക്കെ ഒന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് അയൺ ചെയ്യണം. അപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും പൊങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട്, അതെല്ലാം ഒന്ന് ലെവലാകും. അയണിങ്ങിലും എന്തെങ്കിലും ചുളിവ്, അയണിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചുളിവുണ്ടെങ്കിൽ നമ്മൾ തയ്ക്കുന്നതിൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് വരുന്നതാണ്. ഇവിടുത്തെ എന്തെങ്കിലും പാർട്ട് ചുളിവുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ലെവലിന് അടിക്കണം, എന്നാലും നല്ല വൃത്തിയായിട്ട് കിട്ടുകയുള്ളൂ. അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു സൈഡ് പാർട്ട് ഉണ്ടല്ലോ ജോയിൻ ചെയ്തിരിക്കുന്നത്, സൈഡ് ഇതേ ഇങ്ങനെ ഒരേപോലെ വരണം കേട്ടോ. ഇങ്ങനെ ഒരേപോലെ വന്നില്ലെങ്കിൽ നിങ്ങൾ ഈ പീസും തമ്മിൽ ജോയിൻ ചെയ്ത് അതേ തയ്യൽ തുമ്പ് ഈ പീസും തമ്മിൽ എടുക്കാത്തതുകൊണ്ടൊക്കെ സംഭവിക്കുന്നതാണ്. ഒരേ തയ്യൽ തുമ്പാണ് നിങ്ങൾ എടുത്ത് തയ്ക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും തെറ്റായിട്ട് വരികയില്ല, ശരിയായിട്ട് തന്നെ വരുള്ളൂ. അതുപോലെ ഇവിടെ ഇവിടുത്തെ ഈ ഒരു ആം റൗണ്ടിൻ്റെ പോർഷൻ മടക്കി അടിക്കുമ്പം 2 പീസിൽ 2 രീതിയിലൊക്കെ മടക്കി അടിച്ചാൽ ഇവിടുത്തെ ലെവലിനകത്ത് വ്യത്യാസം വരും കേട്ടോ. അങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ വരും. 2 സൈഡ് ഒരുപോലെ തന്നെ നിൽക്കണം, എങ്കിലാണ് നമ്മുടെ സ്റ്റിച്ചിങ് കറക്റ്റായിട്ട് വരിക കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൂടെ ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ മിസ്റ്റേക്ക് വന്നെങ്കിൽ നിങ്ങൾ ഈ സ്കേർട്ട് പാർട്ടും ബോഡി പാർട്ടും ജോയിൻ ചെയ്തത് ഫ്രണ്ട് പാർട്ടിൽ കൂടുതൽ തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ടാവും. ഒരേ റേഷ്യോയിൽ ഫ്രണ്ടിലും ബാക്കിലും 2 പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്തപ്പം തയ്യൽ തുമ്പ് എടുക്കാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ അതങ്ങനെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അഴിച്ചതിന് ഒരേ ലെവൽ നോക്കിയിട്ട് ക്ലിയർ ചെയ്യണം. മടക്കി അടിക്കുന്നതെല്ലാം ഒരേ ലെവലായിരിക്കണം, നെക്കൊക്കെ മടക്കി അടിക്കുന്നത്, ഇല്ലെങ്കിലാണ് ആ വ്യത്യാസങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ബെറ്റിക്കോട്ട് സ്റ്റിച്ച് ചെയ്തു. ബെറ്റിക്കോട്ട് ഇത്രയും പ്ലീറ്റ്സ് കാൽക്കുലേഷൻ പറഞ്ഞ് നിങ്ങൾക്ക് ഇതിനെ ഒരു ഫ്രോക്ക് ആക്കി മാറ്റണമെങ്കിലൊക്കെ ആ കാൽക്കുലേഷൻ നമുക്ക് അനിവാര്യമാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡൗട്ട്സ് ക്ലിയറിംഗ് ടൈമിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ചെയ്തതിൻ്റെ ഫോട്ടോ അയച്ചു തരണം. ഞാൻ തന്ന സെയിം മെഷർമെൻറ്റ് കൂടാതെ നിങ്ങൾക്ക് കുട്ടികളുടെ ആരുടെയെങ്കിലും മെഷർമെൻറ്റ് എടുത്തും കൂടെ ഒരു ബെറ്റിക്കോട്ട് തയ്ച്ച് ഇട്ട് എനിക്ക് ഫോട്ടോ തരിക കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.